A180 ഒറിജിനൽ കേരള വണ്ടിയാണ് കേട്ടോ. 9 lakh ആണ് നമ്മുടെ ചോദ്യം. എത്ര? 9 lakh. 9 ലക്ഷം രൂപ. അതിനകത്ത് 50 രൂപ ഓഫർ ഉണ്ട്. 8 രൂപയ്ക്ക് ഉണ്ടോ? അടിപൊളി, നല്ല പ്രൈസ് ആണല്ലോ. നല്ല പ്രൈസ് അല്ലേ? കാരണം റീവണ്ടികൾക്ക് വരെ അത്രയും കൂടുതൽ കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഒരു മിനിറ്റ്, 22 മോഡൽ വണ്ടിക്ക് 720. 720. അതും IMTക്കോ? IMTക്ക്. എന്താല്ലേ വണ്ടിക്കൊന്നും ഒരു വിലയിലുണ്ടായി. വണ്ടിക്ക് വില, വണ്ടിക്ക് വിലയുണ്ട്. ജെന്യൂൻ അല്ലെങ്കിൽ ഈ വണ്ടി ഞാൻ വെറുതെ ഇറക്കിക്കൊണ്ട് വെക്കാൻ പതുക്കെ അടിക്കാൻ ബോണ്ടൊക്കെ. ഇത് സ്ട്രോങ് ആ. മാരുതിയുടെ ഞാൻ അടിക്കൂല ഇങ്ങനെ. അവൻ 80,000 രൂപ കൊടുക്കാം. സിബിൽ ഉള്ളവരുടെ കാര്യം പറഞ്ഞേ. അറിയാത്തവർക്കൊന്ന് ക്ലിയർ ഇല്ലാതെ വണ്ടി എടുക്കാൻ പറ്റില്ലല്ലോ. സിബിൽ ഇല്ലാതെ വണ്ടി എടുക്കാൻ പറ്റില്ല. വണ്ടിയിൽ പക്ഷെ സിബിൽ ഇല്ലാത്തവർക്ക് വണ്ടി എടുക്കാം. മറന്നു. സിബിൽ ഇല്ലാത്തവർക്ക് വണ്ടി എടുക്കാൻ പറ്റും. 690 കൊടുക്കാം. എന്തെന്നാ സോയൽ ബ്രോ നിങ്ങൾ പറയുന്നത്? 22 വണ്ടിയോ? ഈ ഒരു ഷോറൂമിൽ വന്നിട്ട് ഇപ്പൊ ഒരു വീഡിയോ ചെയ്യുമ്പോൾ, എസ്പെഷ്യലി ഇതാ ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്നിട്ട് വീഡിയോ ചെയ്യുമ്പോൾ ഇതിപ്പോൾ എന്താ ഏതാണെന്നും പകുതി ആൾക്കാരെയും പറഞ്ഞ് പരിചയപ്പെടുത്തേണ്ട ഒരു ആവശ്യമില്ല. കാരണം ഒരുപാടധികം ആൾക്കാർ കഴിഞ്ഞ 2 വർഷമായിട്ട് സ്ഥിരമായിട്ട് കാണുന്നൊരു വീഡിയോ ആണ് നമ്മുടെ കൊല്ലത്തെ ട്രസ്റ്റ് വാല്യൂവിൻ്റെത്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു നമ്മളൊരു മാസം വീഡിയോ ചെയ്യുന്നതിൽ ഏറ്റവും കൂടുതൽ വണ്ടികൾ വിറ്റഴിക്കുന്ന ഒരു ഷോറൂമും കൂടിയാണിത്. അതിൻ്റെയൊക്കെ ഒരു കാരണം എന്ന് പറയുന്നത് നല്ലതാണെങ്കിലേ ആൾക്കാർ വരുള്ളൂ, എല്ലാവർക്കും അറിയാമല്ലോ. അപ്പം നല്ല വണ്ടികൾ വിൽക്കുന്നത് കൊണ്ട് തന്നെയാണ് ഒരുപാടധികം ആൾക്കാർ വന്ന് വാങ്ങുന്നത്. ഇപ്പോൾ നമ്മുടെ എന്താ പറയുക, അപ്രഖ്യാപിത ഒരു പോളിസിയാണ് എന്ന് വേണമെങ്കിൽ പറയാം. അതായത് ക്വാളിറ്റിയുള്ള വണ്ടികൾ അത് ഏറ്റവും നല്ല പ്രൈസിൽ കൊടുക്കുന്ന സ്ഥലങ്ങൾ മാത്രമേ നമ്മൾ വീഡിയോ ചെയ്യുള്ളൂ. കാരണം ഒരുപാടധികം ആൾക്കാർ നമ്മളൊക്കെ വിശ്വസിച്ച് വണ്ടി എടുക്കുന്നുണ്ട്. അപ്പോൾ ആർക്കും ഒരു പണി കിട്ടരുത്. നല്ല ക്വാളിറ്റിയുള്ള അത്യാവശ്യം മോഡൽ കൂടിയിട്ടുള്ള വണ്ടികൾ കുറേ എണ്ണമുണ്ട് ഈ ഒരു എപ്പിസോഡിൽ. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുള്ള ഒരുവിധം വണ്ടികൾ, കുറേ വണ്ടികളൊക്കെ ഇറങ്ങിപ്പോയി, നല്ല കിടിലൻ വണ്ടികൾ. എന്തായാലും കൊണ്ടെന്ന് വെച്ചിട്ടുണ്ട് സുഹേൽ ബ്രോ മാക്സിമം വില കുറച്ച് കൊടുക്കണം, അത്രേ പറയാനുള്ളൂ. പിന്നെ അല്ലാതെ നമ്മൾ വില കുറച്ചില്ലെങ്കിലേ കസ്റ്റമർ ഇവിടെ വണ്ടി എടുക്കൂല. വണ്ടി കൊള്ളത്തില്ലെങ്കിലേ ഒരാളെ നമുക്ക് ഒരിക്കൽ പറ്റിക്കാൻ പറ്റും, അത്രേ ഉള്ളൂ. നമുക്കിവിടെ ഇടി വേറെ വാങ്ങേണ്ടി വരും. അജുവിന്റെ വീഡിയോ കണ്ടിട്ട് കൂടുതലും കസ്റ്റമർ എടുത്തിട്ട് ടോക്കിംഗ് കസ്റ്റമേഴ്സ് ആണ് കൂടുതലുള്ളത്. അവരുടെ തന്നെ ഏതെങ്കിലും റിലേറ്റീവ്സിന്, ആർക്കെങ്കിലും കൂട്ടുകാർക്ക്, ഫ്രണ്ട്സിനൊക്കെ വന്ന് കൂടുതൽ എടുത്ത് പിന്നെ തീർച്ചയായിട്ടും ഒരുപാട് കസ്റ്റമർ നമുക്ക് അതാണ് സംഭവം. അത് തന്നെയാണ് വേണ്ടത്. കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ നമ്മൾ വീഡിയോ കണ്ടിട്ട് എത്രത്തോളം ആൾക്കാർ വരും എന്നുള്ളത് നമുക്കറിയാം. 10-60 വണ്ടി കിടപ്പുണ്ട്, ഒരു മാസം 10-30 വണ്ടി നിങ്ങൾക്ക് വിൽക്കണം. ആകെ 19 സബ്സ്ക്രൈബേഴ്സ് ഉള്ളൂ, അതിനാണ് ഈ പറയുന്നത്. അത് ഞാൻ പിന്നെ പറഞ്ഞുതരാം. ഓൾമോസ്റ്റ് നമുക്കിപ്പോ ഒരു 1 മില്യൺ ഫോളോവേഴ്സ് ആയിട്ട് ഒരുപാട് വളരെ സന്തോഷമുള്ള കാര്യമാണ്. ഞാൻ വെറുതെ പറഞ്ഞാണ്. 1 മില്യൺ സബ്സ്ക്രൈബേഴ്സ് ആയതിന്റെ ആഘോഷം നമ്മൾ ഇന്ന് ഇവിടെ നടത്തും. അത് നടത്തണം, തീർച്ചയായും നടത്തണം. സുഹേൽ ബ്രോന്റെ വകയാണ്. അപ്പോൾ പിന്നെ 1 മില്യൺ ഞാൻ പറഞ്ഞത് ഫേസ്ബുക്ക്, യൂട്യൂബ്, ഇൻസ്റ്റാഗ്രാം എല്ലാം കൂടി എല്ലാവരും നമ്മുടെ ആൾക്കാർ തന്നെയാണോ, അതുകൊണ്ട് പറഞ്ഞ കേട്ടോ. അപ്പൊ എന്തായാലും അതിന്റെ സന്തോഷമായിട്ട് ഇന്ന് പൊട്ടിച്ച വിലയിൽ, പൊട്ടിച്ച വിലയാണ് നമ്മുടെ വീഡിയോ കണ്ടു കഴിയുമ്പോൾ അവര് പറയും പൊട്ടിക്കണം. നിങ്ങൾ ഇപ്രാവശ്യത്തെ വീഡിയോ കാണുക, ആർക്കും ഒരു നഷ്ടം ഉണ്ടാവില്ല. കാര്യം അത്രയ്ക്ക് നമ്മൾ വില താഴ്ത്തിയും നല്ല ക്വാളിറ്റി ഉള്ള വണ്ടികളാണ് നിങ്ങൾക്ക് തരുന്നത്. അതാണ് എടുത്തു പറയുന്നത്, ക്വാളിറ്റി. അത് നോക്കിക്കോളൂ കേട്ടോ. അത് വിട്ടിട്ട് ഒരു കളിക്ക് നിന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പാ പണി അല്ലേ? അതെ. കിട്ടും. വീഡിയോ കാണുന്നവരുടെ ശ്രദ്ധയ്ക്ക്, നിങ്ങൾക്ക് ആവശ്യമില്ലെങ്കിൽ നിങ്ങൾ മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഞാൻ എപ്പോഴും പറയുന്നത്, ആവശ്യമുള്ളവർ യൂസ് ചെയ്തോട്ടെ. അതായത് ഇപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഇഷ്ടപ്പെട്ടാൽ മാത്രം ലൈക്ക് ഒക്കെ ചെയ്താൽ നിർബന്ധമൊന്നുമില്ല, ആരെയും നിർബന്ധിക്കാൻ പറ്റില്ലല്ലോ, ഒരിക്കലും. പക്ഷെ നിങ്ങൾ നിർബന്ധമായിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടില്ല, ആർക്കെങ്കിലും ഉപകാരപ്പെടും അല്ലേ? അപ്പം നമുക്ക് കൂടുതൽ കഥ പറയണ്ട. നമുക്ക് പിന്നെ 1, 2, 3, 4, 5, 6 സ്വിഫ്റ്റ് ഉണ്ട് അല്ലേ? 3 ന്യൂ ഷേപ്പും ഉണ്ട്, 3 പഴയ ഷേപ്പും ഉണ്ട്. വേഗം ഞാൻ ഡീറ്റെയിൽസ് ഒന്ന് കാണിച്ചു തരാം. സുഹേൽ ബ്രോ, നമുക്ക് ഫസ്റ്റ് മറ്റേ ഓൾഡ് ഷേപ്പിൽ തന്നെ തുടങ്ങിയാലോ? പിന്നെന്താ, തീർച്ചയായിട്ടും. അതായത് നോക്കിക്കോട്ടെ, ഒക്കെ നല്ല അടിപൊളി വണ്ടികളാട്ടോ. ഈ ഫസ്റ്റത്തെ വണ്ടി നമ്മൾ കഴിഞ്ഞ വീഡിയോ കാണിച്ച് ഒരു കസ്റ്റമർ എല്ലാം ഓക്കെ, അയാൾ പൈസ ഇട്ട് തന്നെയാണ്. ചെറിയൊരു പ്രശ്നം അദ്ദേഹത്തിന് പറ്റി, അയാൾ വരുന്ന വഴിക്ക് ചെറിയൊരു ബുദ്ധിമുട്ട് അയാൾക്ക് ഉണ്ടായി, അതുകൊണ്ട് ഹോൾഡിംഗിലാണ്. അപ്പൊ 2014 മോഡലിൽ സിംഗിൾ ഓണർ വണ്ടിയാണ്, ZD വണ്ടിയാണ്. വെറും 68,000 കിലോമീറ്റർ മാത്രം ഓടി വണ്ടി. 14 ZD ഒക്കെ ജെനുവിൻ ആണോ? 68,000 ഒക്കെ ഇതിനകത്ത് എന്തെങ്കിലും ജെനുവിനിറ്റി ഇല്ലെന്ന് പറയുകയാണെങ്കിൽ ആജു ഈ വണ്ടി ഫ്രീ ആയിട്ട് എടുത്തോട്ടെ. കസ്റ്റമർ നമ്പർ കൊടുക്കാം. KL02AR 5520 വണ്ടി നമ്പർ. ഒറ്റ റീപ്ലേസ് ഇല്ല, പക്ക ക്വാളിറ്റി വണ്ടിയാണ്. 4 കരിമ്പുത്തൻ ടയറും കാര്യങ്ങളെല്ലാം ഉണ്ട്, അലോയ്സും സെറ്റപ്പ് എല്ലാം തന്നെ ഉണ്ട്. അത് മാത്രമല്ല, ഈ ഒരു വണ്ടി നേരിട്ട് വന്ന് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും അതിന്റെ ക്വാളിറ്റി. അതെ, ഇതിനകത്ത് വേറെ റീപെയിന്റോ കാര്യങ്ങളോ ഒന്നും അല്ല, വണ്ടി നല്ല ക്വാളിറ്റി ആയിട്ട് ഇടങ്ങാണ്. ഒരു കാര്യം കൂടി, ഒറ്റ കാര്യം കൂടി, പിന്നെ ഇന്ത്യയുടെ കംപ്ലീറ്റ് ഫോട്ടോസും ഡീറ്റെയിൽസും തീർച്ചയായിട്ടും. നമ്മൾ 5 ലക്ഷം രൂപ ഇട്ടിരുന്നതാണ്, 20 രൂപ ഓഫർ ഉണ്ട്. 4,80,000 രൂപയ്ക്ക് വണ്ടി കൊടുക്കും. വലിയ മാറ്റമൊന്നുമില്ല, കഴിഞ്ഞ അതേ ഓഫർ അല്ലേ? അത്രേ. ഇത് 2017 മോഡൽ സ്വിഫ്റ്റ് LXA ഓപ്ഷൻ ആണ് വണ്ടി. 17 LXA അല്ലേ? LXA ഓപ്ഷൻ ആണ് വണ്ടി, സിംഗിൾ ഓണർ വണ്ടി. 2 ഡോർ പവർ വിൻഡോ ഉണ്ടാവുള്ളൂ. അതെ, 2 ഡോർ പവർ വിൻഡോ ഉണ്ട്. ഈ വണ്ടി നമ്മൾ ഇട്ടിരുന്നത് 4,10,000 രൂപയാണ്. 35,000 ഓഫർ, 3.25 ലക്ഷം രൂപയ്ക്ക് ഫുൾ ഓൺലി വണ്ടി ഇറക്കിക്കൊണ്ടു. അത് മാത്രമല്ല, ഇതിൽ പിന്നെ കിലോമീറ്റർ പറഞ്ഞല്ലോ, കിലോമീറ്റർ 80. LXA ഓപ്ഷൻ അല്ലേ? LXA ഓപ്ഷൻ അടിപൊളി. ഇതിനകത്ത് 2 ഡോർ പവർ വിൻഡോ, 2 ഡോർ പവർ വിൻഡോ ചെയ്താൽ വേറെ ഒന്നും ചെയ്യാനില്ല. 3,75,000 രൂപ കൊടുക്കാം. അത് ഫുൾ ഓണും കൊടുക്കാം. ഫുൾ ഓണും ഒരു പോലും മുടക്കണ്ട. ഇല്ല, വേണ്ട. ഇതോ
ഇത് വരുമ്പോൾ 2013 മോഡൽ സ്വിഫ്റ്റ് VD ആണ്. 13 അല്ലേ? 13 മോഡൽ സ്വിഫ്റ്റ് VD ആണ്. ഈ വണ്ടി വന്നിട്ട് നമുക്ക് 3,75,000 രൂപ ആസ്കിങ്, 15 രൂപ ഓഫർ ഇട്ടിട്ട് നമുക്കൊരു 360 കൊടുക്കാം. ഏറെക്കുറെ നമുക്കൊരു 3,4 ലക്ഷം രൂപ ലോണും കൊടുക്കാം. ടച്ച് സ്ക്രീനും കാര്യങ്ങളെല്ലാം കയറ്റിയിട്ടുണ്ട്. പിന്നെ കൂടുതൽ ഫോട്ടോ വേണ്ട ഒരു കമന്റ് ഇട്ടാൽ മതി, അല്ല മീൻസ് നമ്മളെ വാട്സാപ്പിൽ ഹായ് ഇട്ടാൽ മതി. നമ്പർ എല്ലാം ഇവിടെ വീഡിയോയുടെ താഴെ കൊടുത്തിട്ടുണ്ട്. അതെ അതെ 3-4 നമ്പർ ഉണ്ട്. എന്തായാലും നിങ്ങൾക്ക് അതിലോട്ട് ബാക്കിയുള്ള ഡീറ്റെയിൽ എല്ലാം ഇട്ട് തരുന്നതായിരിക്കും. ഓക്കെ ഇതിന് വില പറഞ്ഞില്ല. ഇത് നമുക്ക് ഞാൻ പറഞ്ഞില്ല 3,60,000 രൂപ. 360 13 VD നമുക്കൊരു 3-3.25 രൂപയ്ക്ക് ലോൺ കിട്ടും. 3 രൂപ കൂട്ടിയാൽ മതി. ഈ ഒരു 13-14 വണ്ടിക്കൊന്നും നമ്മുടെ വില കുറയുന്നില്ല. കാര്യം എന്താ വെച്ചാൽ ഈ സാധനം ഒന്നാമത്തെ കിട്ടാനില്ല, വളരെ റെയർ ആണ്. എവിടെ പോയാലും ഈ 3, 3.25, 3.5 ആ റേഞ്ച് തന്നെയാണ്. അത്യാവശ്യം നല്ല വണ്ടികളാണ്. ഇതിന് വില കുറയുന്നില്ല. അതെ. അതുപോലെ തന്നെ ഇതാണെങ്കിലോ 2018 മോഡൽ സ്വിഫ്റ്റ് VXi AMT ആണ്. വെറും 40,000 കിലോമീറ്റർ ഓടിയ വണ്ടി. ഓട്ടോമാറ്റിക് വണ്ടിയാണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഇന്റീരിയറും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല സീറ്റുകളൊക്കെ ചെയ്തിട്ടുണ്ട് കസ്റ്റമർ. എന്തെങ്കിലും ആക്സിഡന്റ് റീപ്ലേസ് ഒന്നുമില്ല. ആക്സിഡന്റ് റീപ്ലേസ് എന്തെങ്കിലും ഞാൻ അജിനോട് പറയും, ഉറപ്പായിട്ട് ഞാൻ പറയാതിരിക്കത്തില്ല. VXi ഓട്ടോമാറ്റിക് 40,000 കിലോമീറ്റർ 5.25 ചോദിച്ച വണ്ടി 35,000 ഓഫർ 5.40 ഏറെക്കുറെ 5 ലക്ഷം രൂപ ലോണും കൊണ്ടുവന്ന് 40,000 രൂപ ഡൗൺ പേയ്മെന്റ് ഉണ്ടോ അജി പറഞ്ഞേ? കിടിലം പ്രൈസ് അല്ലേ? നല്ല 5.40. അതെ 18 ഓട്ടോമാറ്റിക് വണ്ടിയാണ്. അത് ലോ കിലോമീറ്റർ ആണ്. അതെ മാക്സിമം നിങ്ങളുടെ പ്രൊഫൈലൊക്കെ പറഞ്ഞാൽ ഫുൾ ഓൺ വരെ കയറാൻ സാധ്യതയുണ്ട്. അടുത്ത 2020 സിംഗിൾ ഓണർ വണ്ടിയാണ്. 27/8/2020 ആണ് വണ്ടി. ഡെലിവറി അല്ലേ? അതെ ഫസ്റ്റ് ഓണർ വണ്ടി സ്വിഫ്റ്റ് VXi 40,000 കിലോമീറ്റർ മാത്രം ഓടിയ വണ്ടി. നമ്മളിവിടെ 6.25 ചോദിച്ചിരുന്നു. 45,000 രൂപ ഓഫർ ഉണ്ട്. 5,80,000 രൂപയ്ക്ക് ഒരു 20 വണ്ടി നിങ്ങൾക്ക് എടുത്തോണ്ട് പോവാം. 2020 ZXi ആണ് ഓർക്കണം. VXi അതെ VXi വണ്ടിയാണ്. 40,000 കിലോമീറ്റർ സിംഗിൾ ഓണർ വണ്ടി. ഏറെക്കുറെ നമുക്ക് ഒരു 5 രൂപ ഞാൻ നമുക്ക് ലോൺ കയറ്റി തരാം. 30,000 രൂപ ഡൗൺ പേയ്മെന്റ് കൊണ്ടുവരണം. നിങ്ങൾക്ക് ട്രസ്റ്റ് വാല്യൂ നീ വണ്ടി എടുത്തോണ്ട് പോകണം. 30,000 റുപ്പീസ്. അടുത്തതാണ് ഒരു കിടിലൻ സാധനം. അത് അടിപൊളി വണ്ടിയാണ്. ZXi ബ്ലാക്ക് എഡിഷൻ വണ്ടിയാണ്. ഒരു അലവിലില്ലല്ലോ. അത് പഞ്ചറാണ്, ബാക്കിൽ ഇരിപ്പുണ്ട്. 2024 മോഡലിലാണ് ഈ വണ്ടി വരുന്നത്. ZXi AMT ആണ് ഈ വണ്ടി. ഓട്ടോമാറ്റിക് ആണ്. 30,000 കിലോമീറ്റർ AMT ആണ്. അതെ ഫുൾ ബ്ലാക്ക് വരുന്നത് കുറവാണ് ശരിക്കും. അതെ കുറവാണ്. നമ്മൾ ആദ്യമായിട്ടാണ് ഈ ഒരു ഫുൾ ബ്ലാക്ക് ഇവിടെ കാണിക്കുന്നത്. ഫുൾ ബ്ലാക്ക് ഇവിടെ കാണിക്കുന്നത് ആദ്യമായിട്ടാണ്. അതെ ഇത് കിലോമീറ്റർ എത്ര? 30,000 കിലോമീറ്റർ മാത്രം ഓടിയ 2024 ZXi ആണ് വണ്ടി. നമുക്കിത് 8 ലക്ഷം രൂപ ആയിരുന്നു ചോദ്യം. ഒരു 25 രൂപ ഓഫർ 7,75,000 രൂപ കൊടുത്തേക്കാം. കാരണം അതിന്റെ അകത്ത് ഇപ്പൊ ഒന്നും പറയാനില്ല. കാരണം ZXi ഓട്ടോമാറ്റിക് അല്ലേ? ZXi ഇറങ്ങിയപ്പോൾ പുതിയ എന്ത് വില ഉണ്ടായിരുന്നു? പുതിയ അജു അന്ന് 11 ലക്ഷം രൂപ വില ഉണ്ടായിരുന്നു. ഇത് 4 സിലിണ്ടർ വണ്ടിയാണ്. ഇപ്പൊ ഇറങ്ങുന്നത് 3 സിലിണ്ടർ വണ്ടിയാണ്. അതെല്ലാം ആലോചിക്കുക. ഏറെക്കുറെ നമുക്കൊരു 7,000 രൂപ ലോൺ കിട്ടും. ഒരു 25 രൂപ കൊണ്ടുവേണം ഈ വണ്ടി ഇറക്കൊണ്ട് പോകും. അത് മാക്സിമം എന്തെങ്കിലും കുറച്ചുകൂടി ഫുൾ ഓൺ ഒക്കെ കൊടുത്തു വിടണം നമ്മുടെ ആൾക്കാർക്ക്. പിന്നെ പറയുകയാണെങ്കിൽ 2 എർട്ടിക്കകത്ത് 2 എർട്ടിക്കയും ഹൈബ്രിഡ് ആണ്. അതിന്റെ കൂട്ടത്തിൽ ന്യൂ ഷേപ്പിനകത്ത് തന്നെ ഇത് ഡീസലാണ് വണ്ടി. ഡീസലിനകത്ത് ZDI പ്ലസ് ഹൈബ്രിഡ് ആണ്. ZDI പ്ലസ് ഹൈബ്രിഡ് എന്ന് പറയുമ്പോൾ ഏറ്റവും ടോപ്പിന്റെ ബട്ടൺ സ്റ്റാർട്ടുള്ള വണ്ടി. ഏറ്റവും ടോപ്പിന്റെ ബട്ടൺ സ്റ്റാർട്ടുള്ള ഹൈബ്രിഡ് വണ്ടി. അജു പറയുന്നുണ്ട് ഇതൊക്കെ കിട്ടുമ്പോഴേ കിട്ടത്തോളൂ കേട്ടോ. 2019 വണ്ടി. കാരണം എന്താ അറിയോ, ഇത് നമ്മൾ എവിടെ എല്ലായിടത്തും കാണൂല. അതെ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. എവിടെയെങ്കിലും കാണുമ്പോൾ എടുത്തു വെച്ചാലേ കിട്ടുള്ളൂ. പിന്നെ ഇത് തപ്പി നടന്നിട്ട് ഒരു കാര്യമില്ല. മോഡൽ 2019 ZDI ഹൈബ്രിഡ് ആണ്. ZDI പ്ലസ് ഹൈബ്രിഡ് ആണ്. ഈ വണ്ടി 9.25 ലക്ഷം രൂപയാണ് നമ്മുടെ ചോദ്യം. കിലോമീറ്ററോ? വണ്ടി കിലോമീറ്റർ 90,000 കിലോമീറ്റർ. കറക്റ്റ് കമ്പനി സർവീസ് തന്നെയാണ്. ഇവിടെ അകത്ത് ഈ എല്ലാ വണ്ടിയുടെയും വീഡിയോക്കകത്ത് അകത്ത് കാണിക്കാത്ത കുഴപ്പം ആവർത്തന വിരസതയാണ് അജുവിനോട് പലരും പറഞ്ഞതുകൊണ്ടാണ് നമ്മൾ ആദ്യം കാണിക്കാത്തത്. പിന്നെ സമയം വീഡിയോയുടെ ദൈർഘ്യം കൂടാ. മനസ്സിലാക്കേണ്ട കാര്യം ഒരാളുകളെ വിളിക്കുമ്പോൾ ഫസ്റ്റ് പറയുന്നത് ഫോട്ടോസും ഡീറ്റെയിൽസും. തീർച്ചയായിട്ടും നമ്മളിത് ഇവിടെ നിലവിൽ ഏതൊക്കെ വണ്ടി ഉണ്ടെന്നുള്ളത് നമുക്ക് കൂടുതൽ അങ്ങ് പരിചയപ്പെടുത്താം. നിങ്ങൾ കോൺടാക്ട് ചെയ്തായി. അപ്പൊ ഇത് നമ്മൾ 9.25 ലക്ഷം രൂപ ഇട്ടിരുന്നത് 50,000 ഓഫർ 9,25,000 രൂപ എടുത്തോണ്ട് പോകാം. ഏറെക്കുറെ 9 ലക്ഷം രൂപ വണ്ടിക്ക് ലോൺ കിട്ടും. കാരണം ഈ വണ്ടി കിട്ടാനില്ല. അതാണ് ഏറ്റവും വലിയ 9.25 ZDI പ്ലസില് ഹൈബ്രിഡ് ഡീസൽ ഹൈബ്രിഡ് നല്ല മുതൽ സാധനം ആർക്കെങ്കിലും വേണം നോക്കിയോ. ഇത് പഴയ ഷേപ്പിലോട്ട് വരികയാണെങ്കിൽ 2016 മോഡൽ സിംഗിൾ ഓണർ എർട്ടിക ZDI പ്ലസ് കിലോമീറ്റർ ഹൈലൈറ്റ് ആണ്. 78,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ ഈ വണ്ടി. 16 ജെനുവിൻ ആയിരിക്കുമോ? പക്ക സിംഗിൾ ഓണർ വണ്ടി. സിംഗിൾ ഓണർ വണ്ടിക്ക് പിന്നെ നമ്മൾ ജെനുവിറ്റി നോക്കേണ്ട കാര്യമില്ലല്ലോ. സെക്കൻഡ് ഓണർ ആണെങ്കിൽ പറയാം. അത് പറഞ്ഞുതരാം. സെക്കൻഡ് ഓണറെ പറയാം. സിംഗിൾ ഓണർ കുത്തിയതായിരിക്കും, എനിക്ക് അറിയില്ല എന്ന് വേണമെങ്കിൽ പറയാം. പലർക്കും പറഞ്ഞൊഴിയാം. സിംഗിൾ ഓണർ വണ്ടി എപ്പോഴും അതിന്റെ യഥാർത്ഥ ഓണർ തന്നെയായിരിക്കും അതിന്റെ ഉത്തരവാദിത്തം. യഥാർത്ഥ ഓണർ കുത്തിയ പോലെ ആവില്ല. പക്ഷെ നമ്മൾ നോക്കിയിട്ടല്ലേ എടുക്കുന്നത്. ഇതൊന്നുമില്ല. വണ്ടി ഹിസ്റ്ററി ഉണ്ടോ? വണ്ടി ഹിസ്റ്ററി ഉണ്ട്. അത് മാത്രം അറിഞ്ഞാൽ മതി. പിന്നെ മേജർ ആക്സിഡന്റ് റീപ്ലേസ് ഒന്നുമില്ല. ZDI പ്ലസ് ഹൈബ്രിഡ് വണ്ടി 78,000 കിലോമീറ്റർ. നമ്മൾ 7.25 രൂപ ഇട്ടിരുന്നത് 50 ഓഫർ ഉണ്ട്. 6.25 ലക്ഷം രൂപ കൊടുക്കാം.
ഏറെക്കുറെ 6 രൂപ ലോൺ കിട്ടും. ഒരു 75,000 രൂപ കൊണ്ടുവന്നാൽ നിങ്ങൾക്ക് ഈ വണ്ടി ഇറക്കി കൊണ്ടുപോകും അല്ലേ? ഹൈബ്രിഡ് ആണ്, ZD പ്ലസ് ആണ്. അത് നല്ല മൈലേജ് ഉള്ള വണ്ടി അല്ലേ? നല്ല മൈലേജ് കിട്ടാനുള്ള ഈ സാധനം. 7 സീറ്ററിൽ ഒരു ലോ ബഡ്ജറ്റ് ലോക്കൽ വണ്ടി. അതെ അതെ ഇത് ലോക്കൽ വണ്ടി എന്ന് പറഞ്ഞത് വണ്ടീന്റെ ക്വാളിറ്റി അല്ല ഞാൻ പറഞ്ഞത്, പക്ഷെ വിലക്കുറവിൽ കിട്ടും. വിലക്കുറവിൽ കറക്റ്റ് ആണ് അജു പറഞ്ഞത്. ചെറിയൊരു ബഡ്ജറ്റിലുള്ള ലോക്കൽ വണ്ടി തന്നെയാണ്. 2015 മോഡൽ ലോഡ്ജി എന്ന് പറഞ്ഞ റിനോൾട്ട് ഇറക്കിയ വണ്ടിയാണ്. RXZ ആണ്. ഏറെക്കുറെ 1,20,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുണ്ട്. 4,15 ലക്ഷം രൂപ ഇട്ടുന്ന വണ്ടി. ഇയർ എൻഡ് ഓഫറിംഗ് 75,000 രൂപ. വെറും 3.5 ലക്ഷം രൂപ ഇറക്കി കൊണ്ടുപോകാം. നമ്മള് കഴിഞ്ഞ വീഡിയോയിലും ഇല്ല ഇതില്ല, ഇതുണ്ടായിരുന്നു, അത് പോയി. വണ്ടി പോയി. ഇത് വേറെ വണ്ടിയാണ്. അത് നല്ല ഗ്രേ ആയിരുന്നു. ഇതൊരു ഡാർക്ക് ഗ്രേ ആണ് ഈ വണ്ടി. മറ്റേ നല്ല ഗ്രേ ആയിരുന്നു ശരിക്കും. ശരി. ഫുൾ ലോൺ ഇറക്കിണ്ട് കേട്ടോ. 75,000 രൂപ ഓഫർ. 4.15 ലക്ഷം രൂപ. കിലോമീറ്റർ 120 ഹിസ്റ്ററി ഒക്കെ ഉണ്ട്, പക്കയാണ്. അതായത് 3,50,000 രൂപയ്ക്ക് നിങ്ങൾക്ക് 15 വണ്ടി എടുത്തോണം. 15 ഒരു ഇന്നോവ വാങ്ങണമെങ്കിൽ വലിയ വില കൊടുക്കണം. പക്ഷേ ഇതിന്റെ ഇരട്ടി വില കൊടുക്കണം. പർപ്പസ് നടക്കും. മിനിമം 7 രൂപയെങ്കിലും കൊടുക്കണം. അതെ, 15 ഇന്നോവയ്ക്ക്. അടുത്തത് നല്ല അടിപൊളി ഒരു SUV 500 ആണ്. ഇത് ഏതാ മോഡൽ ബ്രോ? ഇത് 2016 മോഡലാണ്. XUV 500 90,000 കിലോമീറ്റർ മാത്രം ഓടിയ വണ്ടി. 8,75,000 രൂപയ്ക്ക് ഒരു 75 രൂപ ഓഫർ ഉണ്ട്. 8 ലക്ഷം രൂപയ്ക്ക് എടുത്തോണ്ട് പോവാം. ഏറെക്കുറെ നമുക്കൊരു 7 മിനിറ്റ്. പിന്നെ ഇത് വേരിയന്റ് ഏതാ പറഞ്ഞേ? W8. 16 എനിക്കൊന്ന് ഫുൾ ഓപ്ഷൻ അല്ലല്ലോ. എന്താ W10 11 ഒക്കെ വരുന്നില്ലേ? ആരും പറഞ്ഞു ഇല്ലേ? താൻ ചൂടാവണ പറഞ്ഞാ പോരെ. W10 എനിക്കൊന്ന് ഓട്ടോമാറ്റിക് 18 മുതലാണ് ഇറങ്ങി തുടങ്ങിയത്. ഓട്ടോമാറ്റിക്കിനായിരിക്കും അല്ലേ? W11 ഒക്കെ ഉള്ളൂ. W11 വരുന്നത്. എന്തായാലും അന്ന് ഇറങ്ങിയ ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. ഇത് നമ്മൾ ഈ 8.3 പറഞ്ഞപ്പോ അല്ല 8 ലക്ഷം രൂപ കൊടുക്കാം. 7 രൂപ ലോണും കൊടുക്കാം. അതിലൊരു കാര്യം ചോദിക്കട്ടെ, കുറച്ച് കൂടുതലാണോ റേറ്റ്? ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കസ്റ്റമർ നമുക്ക് ഇവിടെ കൊണ്ടിട്ട് നമ്മൾ വില പറഞ്ഞിട്ട് ആവാത്ത വണ്ടിയാണ്. പക്ഷെ വണ്ടി നല്ല ക്വാളിറ്റി വണ്ടി. ഞാൻ മാക്സിമം പറഞ്ഞു നോക്കി കസ്റ്റമർ ആവുന്നില്ല. നമ്മൾ ഇവിടെ എടുത്ത് ഇട്ടു പാർക്കിംഗ് സെയിൽ ഇട്ടോ അല്ലേ? അപ്പൊ നിങ്ങളൊരു കാര്യം ചെയ്താൽ നിങ്ങൾക്ക് വണ്ടി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇത് നല്ല നമുക്ക് കസ്റ്റമറെ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാം. പിന്നെന്താ, നിങ്ങൾ ഡയറക്റ്റ് വിളിച്ച് സംസാരിച്ചോളൂ. എന്തായാലും 8 ലക്ഷം രൂപ വേണമെന്നാണ് പറഞ്ഞേക്കുന്നത് ലാസ്റ്റ്. അതിനുശേഷം നമ്മൾ വരുവാണെങ്കിൽ നേരെ 2015 ഇന്നോവയിലോട്ട് വരാം. 2015 ഇന്നോവയാണ് G4 വണ്ടി. ഇത് ഇതിനകത്ത് തന്നെ പ്രത്യേകിച്ച് പറയാന്നില്ല, ആൾക്കാർക്ക് ഇത് പരിചയപ്പെടുത്തേണ്ട കാര്യങ്ങൾ. 15 G4 റിയല്ല, ഒറിജിനൽ കേരള. ഇത് കിലോമീറ്റർ വന്നിട്ട് 1 സംതിങ് ഓടിയിട്ടുണ്ട്. കറക്റ്റ് കിലോമീറ്റർ അറിയത്തില്ല, എഴുതിയിട്ടില്ല അതിനകത്ത്. ഹിസ്റ്ററി ഒക്കെ ഉള്ള വണ്ടിയാണ്. ആക്സിഡന്റ് ഹിസ്റ്ററി കാര്യങ്ങളൊന്നുമില്ല. ഓണർഷിപ്പ് സിംഗിളോ സെക്കൻഡോ അതൊന്നും നോക്കണം. ഇന്നലെ മെനിങ്ങാന്ന് കയറിയ വണ്ടിയാണ്, കറക്റ്റ് അറിയില്ല. ഇത് വന്നിട്ട് നമുക്ക് 10 ലക്ഷം രൂപ ചോദ്യം, 75 രൂപ ഓഫറിന്റെ 9.25 ലക്ഷം രൂപയ്ക്ക് 2015 മോഡൽ ഇന്നോവ കൊടുക്കും. 15 അല്ലേ? പിന്നെ കേരള വണ്ടി ആയതുകൊണ്ടാണ്. അതെ, കേരള വണ്ടി ആയതുകൊണ്ടാണ്. എന്തെങ്കിലും കുറയാനുണ്ടോ ഇനി? നമുക്ക് നോക്കാം, സംസാരിച്ചു നോക്കാം. വരിക വന്നിരിക്കുക. അതെ അതെ അതെ. പിന്നെ വരുവാണെങ്കിൽ നേരത്തെ 14 വണ്ടിയിലോട്ടാണ് വരുന്നത്. കേരള വണ്ടി. കേരള വണ്ടി ഇപ്പൊ റെയർ അല്ല, അത് കോഴിക്കോട് ആ ഭാഗം ചെയ്യുന്നോണ്ട് കേരള വണ്ടി അധികം കിട്ടൂല. അതെ അതെ, അതിലുള്ളവരൊന്നും കൊടുക്കുന്നില്ല, അതാണ് മെയിൻ പ്രശ്നം. അപ്പൊ 14 2.5 ആണ്. കിലോമീറ്ററും കറക്റ്റ് അറിയില്ല, ഇതിനകത്ത് എഴുതിയിട്ടില്ല. നമുക്ക് ഇവിടെ അയച്ചു തന്നാൽ മതി, നമുക്കെല്ലാം ഡീറ്റെയിൽ എല്ലാം പറഞ്ഞുതരാം. ഇത് 9 ലാഖ് ആണ് ചോദ്യം, നമുക്ക് 8.25 ലക്ഷം രൂപ കൊടുക്കാം. 75,000 രൂപ ഓഫർ. 14 കേരള വണ്ടി അല്ലേ? കേരള വണ്ടി 8,25,000 രൂപ. ഏറെക്കുറെ ഈ വണ്ടിയൊക്കെ അത്യാവശ്യം ഒരു 1.5 രൂപ ഡൗൺ പേയ്മെന്റ് നമുക്ക് വണ്ടി ഇറക്കാം. 2018 മോഡൽ ക്രിസ്റ്റയാണ്. 2.4 GX ആണ് വണ്ടി. 1.5 ലക്ഷം കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഏറെക്കുറെ നമുക്ക് ഫുൾ ഓണിൽ എടുക്കാൻ പറ്റുന്ന നല്ലൊരു വണ്ടി കേട്ടോ ഇത്. അതായത് ഇത് പേപ്പർ ആയതല്ലേ? പേപ്പർ ആയ വണ്ടിയാണ്. പേപ്പർ ആക്കി ഇവിടെ ഇല്ല, KL ആക്കി വണ്ടി. KL ആക്കി പേപ്പർ ആയ വണ്ടിയാണ്. അതെ അതെ, നമ്മളെ 14 രൂപ ഇട്ടുന്ന വണ്ടി. 18 മോഡൽ G4 ഓട്ടോമാറ്റിക് അല്ലേ? അതെ 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 അതെ. നമുക്ക് 14 കിട്ടുന്ന വണ്ടി. ഇത് 13,70,000 രൂപയ്ക്ക് എടുക്കാം. 13,70,000 ഡീസൽ 18 വണ്ടി. ഡീസൽ ഓട്ടോമാറ്റിക് 2018 G4 വണ്ടി കേട്ടോ. അതെ അതെ അതെ, അതും റീ ആയത് പേപ്പർ ആയത്. അതെ അതെ, 13,75,000 രൂപ. 70,000 രൂപയ്ക്ക് കൊടുക്കാം. ഏറെക്കുറെ നമുക്ക് ഫുൾ ഓണിൽ ഇറക്കി. മാക്സിമം റേറ്റ് കുറയൂലേ? പിന്നെന്താ, അപ്പൊ കുറച്ച് കൊടുത്താൽ നമ്മൾ ആൾക്കാർ വരും. അതെ അതെ, തീർച്ചയായും. ഓക്കെ, അപ്പൊ ഈ ഒരു നിരയുള്ള വണ്ടികളാണ് ഇപ്പൊ ഇത്രയും നേരം നിങ്ങൾക്ക് കാണിച്ചു തന്നുകൊണ്ടിരുന്നത്. ഇവിടുത്തെ കഴിയുന്നില്ല, വേറെ 2-3 നിരയുണ്ട്. ഞാൻ നിങ്ങൾക്ക് ഇതാ വേഗം കുറച്ച് വണ്ടികളും കൂടി കാണിച്ചു തരാം കേട്ടോ. സുഹേൽ ബ്രോ മാക്സിമം എല്ലാവർക്കും ഫുൾ ഡീറ്റെയിൽസ് ഒന്ന് അയച്ചു കൊടുക്കണം. തീർച്ചയായിട്ടും. സുഹേൽ ബ്രോ, അപ്പൊ എന്തായാലും നമുക്ക് അടുത്തതായിട്ട് നല്ല അടിപൊളി ഒരു എക്സ്ക്രോസ് കാണിച്ചു കൊടുക്കാം. മാരുതിക്ക് ഒരു അബദ്ധം പറ്റിയ സാധനം അല്ലേ? മാരുതിക്ക് സത്യം അത് പറഞ്ഞാൽ കറക്റ്റ് ആട്ടോ, ഇത് അബദ്ധം പറ്റിയാണ്. അതായത് വളരെ കംഫർട്ട് ഉള്ള ഒരു വണ്ടിയാണ് മാരുതി ഇറക്കിയത്. മാത്രമല്ല ക്വാളിറ്റി അല്ലേ? ക്വാളിറ്റി വൈസും പക്കയാണ്. വണ്ടി പുള്ളിങ്ങും എല്ലാം പക്കയാണ്. ഇത് ഹൈബ്രിഡ്. ഈ വണ്ടി എന്ന് പറയുന്നത് 2022 മോഡല്
എസ് ക്രോസ് സീറ്റ CVT ആണ് വണ്ടി. ഇത് CVT ഗിയർ ബോക്സ് ആണ് വരുന്നത്. പെട്രോളില് CVT വണ്ടി അല്ലേ? പെട്രോളില് CVT വണ്ടി. വെറും 22,000 കിലോമീറ്റർ മാത്രമേ കൊടുക്കണ്ടോ? ഓ യെസ് ഓഫ് കോഴ്സ്. അമാര് തുറന്നില്ലല്ലോ ഇത്. നമ്പർ ഉണ്ടോ? നമ്പർ ഉണ്ടോ? 66 65. ആർക്ക് വേണം ഹിസ്റ്ററിക്ക് എടുക്കാം. കറക്റ്റ് കമ്പനി സർവീസ് ആണ്. ZXi ആണ്. ZXi പ്ലസ് മറ്റേതാണ്. ആൽഫയാണ്. അതാ ഞാൻ പറഞ്ഞ സീറ്റ് ആണ്. ഇത് സീറ്റ് അല്ലേ? അതെ അതെ. ഓ അതാ ഞാൻ നോക്കുന്നത്. അപ്പൊ അതായത് ഓൾമോസ്റ്റ് ഫുള്ളിന്റെ തൊട്ട് താഴെ വരും. അതെ അതെ അതെ. ഇതിനകത്ത് വലിയ വ്യത്യാസമൊന്നുമില്ല. അപ്പൊ ഈ വണ്ടി വന്നിട്ട് നമ്മൾ 9.5 ലക്ഷം രൂപ ഇട്ടിരുന്ന വണ്ടി 30,000 രൂപ ഓഫറിൽ 9,20 ഇറക്കിക്കൊണ്ട് പോവാം. 8.5 ലക്ഷം വരെ ലോണും കിട്ടും കേട്ടോ. അതായത് ഇതിനകത്ത് ആരും കമന്റ് ഇടണ്ട, വില കൂടുതലാണ്. കാരണം 22 മോഡലില് സീറ്റ് ആണ് അല്ലേ? സീറ്റ് മാത്രമല്ല കിലോമീറ്റർ 22,000 നമ്മുടെ. ഈ സാധനം ഇപ്പൊ ഇറങ്ങുന്നുണ്ട് പുതിയത്. ഇപ്പം നിലവിൽ ഇറങ്ങുന്നില്ല. ഒരു ഒന്നൊന്നര സാധനമായിരുന്നു. ഡിസൈൻ വൈസ് ആണെങ്കിലും എങ്ങനെയാണെങ്കിലും താല്പര്യം നോക്കിക്കോളൂ. മിസ് ചെയ്യണ്ട. പുത്തൻ വണ്ടി, ക്ലീൻ വണ്ടി, ഒരു ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഇല്ലാത്ത പട്ട് സൈഡ് ഉൾപ്പെടെ വരുന്ന വണ്ടി. അതുപോലെ തന്നെ TUV ആണെങ്കിലോ? TUV നല്ല ഹൈ ക്വാളിറ്റി വണ്ടി. TUV ആണ്. കൊട്ടാരക്കര രജിസ്ട്രേഷൻ ഇരിക്കുന്ന ഈ വണ്ടി 2017 മോഡൽ T8 എന്ന് പറഞ്ഞ വേരിയന്റ് ആണ്. 17 T8 എന്ന് പറയുമ്പോൾ അന്നത്തെ ഫുൾ ഓപ്ഷൻ. അന്നത്തെ ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടി. വെറും 70,000 കിലോമീറ്റർ മാത്രം ഓടിയ വണ്ടി. ഈ 7 സീറ്റ് വണ്ടി നമ്മളിവിടെ ചോദിച്ചുകൊണ്ടിരുന്നത് 5.5 ലക്ഷം രൂപയാണ്. നിങ്ങൾക്ക് ഈ വണ്ടി 50,000 ഓഫർ വെച്ച് 5 ലക്ഷം രൂപയ്ക്ക് ഫുൾ ലോണോട് കൂടി എടുത്തു. 2017 കിലോമീറ്റർ 70,000. കറക്റ്റ് ആണോ? കറക്റ്റ്, ജെന്യൂൻ. ഡീസൽ ആണ്, മാനുവൽ ആണ് അല്ലേ? അതെ അതെ അതെ. നീറ്റ് വണ്ടി കേട്ടോ. 7 പേർക്ക് ഇരുന്ന് പോകാൻ പറ്റിയ വണ്ടി. മാത്രമല്ല ഒരു ജീപ്പിന്റെ പർപ്പസിന് പറ്റിയ സാധനം. അതെ അതെ. 5 ലക്ഷം രൂപയ്ക്ക് ഫുൾ ലോണോട് കൂടി എടുത്തോണ്ട് കേട്ടോ. അടിപൊളി. അതുപോലെ തന്നെ ഈ ഒരു ചെറിയ വണ്ടിയോ? ചെറിയ വണ്ടി എന്ന് പറഞ്ഞാൽ ഏറ്റവും ചെറിയ വണ്ടി ഫോർഡ് അന്ന് ഇറക്കിയ വണ്ടിയാണ്. 2008 മോഡൽ ഫിയസ്റ്റ SXi എന്ന വേരിയന്റ് ആണ് വരുന്നത്. 8 ആണോ? അതെ അതെ അതെ. പക്ഷെ കണ്ട പറയില്ലല്ലോ. നല്ല മോഡൽ കൂടിയ വണ്ടിയാന്ന് തോന്നുന്നുണ്ട്. ബോഡി വൈസ് അടിപൊളിയാണ്. അടിപൊളി മാത്രമല്ല വണ്ടി എല്ലാ കാര്യങ്ങളും സർവീസ് എല്ലാം ചെയ്ത് പക്കയാക്കി ഇട്ടേക്കുന്ന വണ്ടിയാണ്. ബമ്പറിന്റെ ഇവിടെ ചെറുതായിട്ട് സ്ക്രാച്ച് ഇടില്ല. അത് നിലവിലൊന്നും ചെയ്തിട്ടില്ല. ഈ വണ്ടി നമ്മളിവിടെ ചോദിക്കുന്ന ചോദ്യം 1,35,000 രൂപയായിരുന്നു. അതിനകത്തൊരു 15 ഓഫർ വെച്ചിട്ട് 1,20,000 കസ്റ്റമറിന് എടുത്തോണ്ട് പോവാം. 2008 അപേക്ഷിച്ച് വില കൂടുതലാന്ന് ഞാൻ പറയും. പക്ഷേ ഇത് വണ്ടിയുടെ ക്വാളിറ്റി ആണ് അല്ലേ? വണ്ടി നല്ല ക്വാളിറ്റിയും അത്യാവശ്യം നല്ല മൈലേജ് ഒക്കെ ഉള്ള വണ്ടിയാണ്. ആൻഡ്രോയിഡ് ചെയ്തിട്ടുണ്ട്. ഞങ്ങളിവിടെ ഡീസൽ ഞങ്ങളുടെ സുനിമാമ യൂസ് ചെയ്യുന്ന വണ്ടിയാണ്. കിലോമീറ്റർ 1,20,000 കിലോമീറ്റർ. സിംഗിൾ ഓണർ. അടിപൊളി. സിംഗിൾ ഓണറിൽ 2008 മോഡൽ ഒരു ഫിയസ്റ്റ വേണമെങ്കിൽ നിങ്ങൾ ഇത് നോക്കിക്കോ. ഇതൊക്കെ കിട്ടാനുള്ളൂ. ഇനി വേറെ കിട്ടും എന്നുള്ള പ്രതീക്ഷ. സെക്കൻഡ് ഓണർ ഡൗട്ട് ഉണ്ട് കേട്ടോ. അല്ല ഇത് ആക്സിഡന്റ് റീപ്ലേസ് ഒന്നുമില്ല. അടിപൊളി. അതുപോലെ തന്നെ ഇതാണെങ്കിലോ 2023 മോഡലാണ്. ടാറ്റ ടിയാഗോ ഫേസ് ലിഫ്റ്റ് ഒക്കെ വന്ന് ബ്ലാക്ക് ഹെഡ്ലൈറ്റ് ഒക്കെ വന്ന് നല്ല ഭംഗിയാണ് ഇവനെ കാണാൻ. 2023 ടാറ്റ ടിയാഗോ വണ്ടി വന്നിട്ട് 37,000 കിലോമീറ്റർ മാത്രം ഓടിയ വണ്ടി. നമ്മളിവിടെ ചോദിച്ചുകൊണ്ടിരുന്നത് 4.5 ലക്ഷം രൂപയാണ്. നമുക്ക് 30,000 രൂപ ഈ മാസം ഓഫർ ഉണ്ട്. 4,20,000 കൊടുക്കാം. ഇയറിന്റെ ഓഫറിനകത്ത് കസ്റ്റമർ എടുക്കാൻ പറ്റുന്ന നല്ലൊരു ലോ ബഡ്ജറ്റ് വണ്ടി തന്നെയാണ്. 2023 വണ്ടി. 23 വണ്ടി XM. അടിപൊളി. അതും കിലോമീറ്റർ വെറും 37,000 കിലോമീറ്റർ മാത്രം. എന്താണ് അജു നമ്മൾ ഇവിടെ വീഡിയോ ചെയ്യുമ്പോൾ അജുവിനെ ആരെങ്കിലും വിളിച്ച് എന്തെങ്കിലും പരാതി ഇതുവരെ പറഞ്ഞിട്ടില്ല. ഇനി പറയരുത്. അതുകൊണ്ടാണ് എടുത്തു. ഒരിക്കലും പറയത്തില്ല. നമ്മൾ അങ്ങനത്തെ ഒരു വണ്ടി ഇവിടെ കൊടുക്കത്തില്ല. നിങ്ങൾക്ക് ധൈര്യമായിട്ട് കണ്ണും പൂട്ടി വന്നെടുക്കാം. പക്ഷെ ചെക്ക് ചെയ്തിട്ട് എടുക്കാവുള്ളൂ കേട്ടോ. ഏത് വണ്ടിയാലും ഇവിടെ ചെക്ക് ചെയ്തിട്ട് എടുക്കാമെന്ന് നമ്മൾ പറയുന്നത്. എല്ലാ സൗകര്യം ഉണ്ടല്ലേ? പിന്നല്ല എന്താ. അടിപൊളി. അപ്പൊ എന്തായാലും നമുക്ക് ഈ ഒരു നിരയിൽ കുറച്ചെണ്ണം കൂടി ഞാൻ പെട്ടെന്ന് പറഞ്ഞാൽ ഓവർ ലെങ്ത് ആവാണ്ട് സ്പീഡിൽ പറഞ്ഞു അല്ലേ? 2005 മോഡൽ സിംഗിൾ ഓണർ മാരുതി 800 വണ്ടി. 5 സിംഗിൾ ഓണർ വണ്ടി. ഇതൊക്കെ അജു പറയുന്നത് കിട്ടുമ്പോ എടുത്തോ. കാര്യം എന്ന് വെച്ചാൽ വണ്ടി പക്ക വണ്ടി പുത്തൻ പേപ്പർ ഒരാഴ്ച പോലും ആയിട്ടുള്ള പേപ്പർ എടുത്തിട്ട്. അപ്പൊ 30 വരെ പേപ്പർ ഉണ്ട്. 5 കൊല്ലം പൊന്നെ പോലെ കിടന്നോടാം. 2005 മോഡല് മാരുതി 800. ഈ വണ്ടി പിന്നെ നമുക്ക് 80,000 രൂപ കൊടുക്കാം. പവർ സ്റ്റിയറിംഗ് ഇല്ല, ഒരു തേങ്ങയില്ല. പവർ സ്റ്റിയറിംഗ് എന്തിനാ? 80,000 രൂപ. അതെ അതെ അതെ. 80,000 റുപ്പീസിന് 24 ഇറങ്ങിയ വെറും 3,000 കിലോമീറ്റർ മാത്രം ഓടി കേട്ടൺ VXi ഓട്ടോമാറ്റിക് വണ്ടി. ഓട്ടോമാറ്റിക് നീല സോപ്പ് പൊട്ടി. നിനക്ക് വേണോടാ അത് വണ്ടി? നിനക്ക് വേണോ? നീ തരുമോ? എന്റെ പൊന്നളിയാ. അതായത് ഈ സാധനം ഇല്ലേ, ഞാൻ എപ്പോഴും പറയുന്നൊരു കേസ് ഉണ്ട്. ഒരു സെക്കൻഡ് കാറായിട്ട് ഉപയോഗിക്കാം. സ്ത്രീകൾക്ക് അത്യാവശ്യം ഓടിക്കാൻ പറ്റിയ ചെറിയൊരു വണ്ടി കേട്ടോ. അല്ല വേറെ കാര്യം, നമുക്ക് ഈ സിറ്റിയിലൊക്കെ പോകാനായിട്ട് ഈ വലിയ വണ്ടി പോകുന്നതിനെക്കാട്ടി നല്ല ഇതാ മൂട്ട സാധനം നല്ലത്. എവിടെ വേണമെങ്കിലും കൊണ്ട് പാർക്ക് ചെയ്യാം. മനസ്സിലായില്ലേ? അത് ഓട്ടോമാറ്റിക് ആയതുകൊണ്ട് ഒന്നും നോക്കാനുമില്ല. അതെ. അപ്പൊ 24 3,000 കിലോമീറ്റർ വണ്ടി 4.25 ലക്ഷം രൂപ ഇട്ടുന്ന വണ്ടി 25,000 ഓഫർ 4 ലക്ഷം രൂപയ്ക്ക് ഫുൾ ഓൺ ഓർഡർ എടുത്തോണ്ട് 24 മോഡൽ അല്ലേ? 24 മോഡൽ ഇറങ്ങിപ്പോ ഏകദേശം ഒരു 6-7 ലക്ഷം രൂപ വില. 6 ലക്ഷത്തി സംതിങ് 6.5 അടുപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇത് ഫുൾ ഓൺ
ഇറക്കിക്കൊണ്ട് പോകട്ടോ, അതാണ് ഹൈലൈറ്റ്. ഒറ്റ രൂപ ഡൗൺ പേയ്മെന്റ്, 0 ഡൗൺ പേയ്മെന്റ് ഇറക്കിക്കൊണ്ട് പോവാം. ശരി, 2024 വണ്ടിയാണ്, അത് 3000 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ളൂ. കറക്റ്റ് ഹിസ്റ്ററി ഉള്ള വണ്ടി. ഇതാണെങ്കിൽ നമ്മളെ ഫേവറേറ്റ് ഫേവറേറ്റ് ഇത് പോളോ അല്ലേ? പോളോ. ആ പോളോയിൽ ഈ കളർ റെയർ ആണല്ലോ. ഇത് കോഫി ബ്രൗൺ കളറാണ്, കപ്പ് എഡിഷൻ ആണ് ഈ വണ്ടി. ഞാൻ ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ളത് മറ്റേ അമിയോയില ഈ കളർ. യെസ് കറക്റ്റ്, അമിയോയിലാണ്. കപ്പ് എഡിഷൻ പെട്രോളോ ഡീസലോ? പെട്രോൾ. മോഡൽ ഏതാ പറഞ്ഞേ? 19 അല്ലേ? കണ്ടോ 23/8/2019 പോളോ കപ്പ് എഡിഷൻ. 1 ലിറ്റർ അല്ലല്ലോ? 1 ലിറ്റർ 18ന് ശേഷം എല്ലാം 1 ലിറ്റർ. 1 ലിറ്റർ ടർബോ അല്ലേ? 1 ലിറ്റർ ടർബോ TSI. അതെ. പിന്നെ 19 ഒരു മിനിറ്റ്, ഓട്ടോമാറ്റിക്കാ? മാനുവൽ. എനിക്ക് പിന്നെ GT എന്ന് പറയത്തില്ലേ. ഓക്കെ. കിലോമീറ്റർ വെറും 65,000 കിലോമീറ്റർ. വെറും 65,000 കിലോമീറ്റർ. മൈലേജ് ഉണ്ട്. ശരി, എന്താ 6 ലക്ഷം രൂപ ചോദിച്ച വണ്ടി 5.25 ലക്ഷം രൂപ കൊടുക്കാം. 75,000 രൂപ ഓഫർ. 19 മോഡൽ 5,25,000 രൂപയ്ക്ക്, അതും നല്ല ക്വാളിറ്റി ഉള്ള വണ്ടി. ഈ സാധനം കിട്ടാണ്ടോ അജു? കിട്ടാല്ല, ശരിക്കും കിട്ടാല്ല കേട്ടോ. പോളോ കിട്ടാല്ല, നല്ല വണ്ടികളൊന്നും കിട്ടാല്ല. കിട്ടാനൊക്കെ ഉണ്ട്, പക്ഷെ അവിടെ കിട്ടുക, ഞങ്ങൾക്ക് ഇവിടെ കിട്ടാല്ലേ. 16 മോഡല് ഗ്രാൻഡ് ഐറ്റൻ സ്പോർട്സ് 65,000 കിലോമീറ്റർ. അയ്യോ, ഞാനത് പറയാൻ പറഞ്ഞു കേട്ടോ. ആ വണ്ടിക്ക് 5,25,000 രൂപയാണ്. 6 ലക്ഷം 5,25,000 ഏറെക്കുറെ 5 രൂപ ലോൺ പാസ്സായി കിടക്കും കേട്ടോ. 25,000 രൂപ ഉണ്ടോ ആ വണ്ടി ഇറക്കുന്നത്? 5 ലക്ഷം രൂപ നിലവിൽ പാസ്സായി കിടക്കും. പ്രൂഫ് മാത്രം നമ്മൾ കൊടുത്താൽ മതി. 25,000 ഈ പ്രൂഫ് ഞാൻ കാണിച്ചു വിട്ടെ. ലോൺ പാസ്സായി കിടക്കുന്ന വണ്ടിക്ക് പ്രൂഫ് മാത്രം കൊടുത്താൽ അങ്ങനെ ശരിയാവും. എനിക്ക് സിവിൽ ഇല്ലെങ്കിൽ എനിക്ക് പാസ്സാവോ? അല്ല, സിബിൽ ഉള്ളവരുടെ കാര്യം പറഞ്ഞേ. അറിയാത്തവർക്ക് ക്ലിയർ ഇല്ലാതെ വണ്ടി എടുക്കാൻ പറ്റില്ലല്ലോ. സിബിൽ ഇല്ലാതെ വണ്ടി എടുക്കാൻ പറ്റില്ല. വണ്ടിയിൽ പക്ഷെ സിബിൽ ഇല്ലാത്തവർക്ക് വണ്ടി എടുക്കാം. മറന്നു. സിബിൽ ഇല്ലാത്തവർക്ക് വണ്ടി എടുക്കാൻ പറ്റും. ഈ ഒരു ഡയലോഗ് അജിന് ഓർമ്മയുണ്ട്? ഉണ്ട്. ഓക്കെ. നമ്മൾ തമ്മിൽ സീക്രട്ട് ഇട്ട് നിങ്ങളെ പറപ്പിക്കും. പിന്നെ സിവിൽ ഇല്ലാത്തവർക്ക് നമുക്ക് ലോൺ എടുക്കാം. നിങ്ങളെ കോൺടാക്ട് ചെയ്യുള്ളൂ, വിശദമായി ഞാൻ വിവരം പറയാം. ഇയാൾക്ക് എന്നിട്ട് അത് പ്രൊമോ ചെയ്യാൻ സ്വർണം വെച്ചിട്ടൊക്കെ തരാന്ന് അടിച്ച് ചെള്ള വിളിക്കൂട്ടെ. അല്ലല്ല, സിവിൽ ഇല്ലാത്തവർക്ക് ധൈര്യമായിട്ട് ലോൺ അപ്ലൈ ചെയ്യാം. നമുക്ക് ആ ഒരു സംവിധാനം വന്നിട്ടുണ്ട്. 16 മോഡല് 16 മോഡല് ഗ്രാൻഡ് ഐറ്റൻ സ്പോർട്സ് ആണ്. 65,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 4,20,000 ഇട്ടിട്ട് 35,000 ഓഫർ 3,85 എടുക്കാം. 3.5 ലക്ഷം രൂപ ലോണും കിട്ടും കേട്ടോ. 3.5 ലക്ഷം ലോൺ കിട്ടും. പിന്നെ 35,000 രൂപ കൊണ്ടുവന്ന ഈ വണ്ടി ഇറക്കിക്കൊണ്ട് പോകാം. 16 സ്പോർട്സ് അല്ലേ? 16 സ്പോർട്സ് ഉണ്ട്. നല്ല വൃത്തിയുള്ള വണ്ടി. വണ്ടി. ഇതിനകത്ത് ഒരുപാട് പറയാനില്ല, അതുകൊണ്ടായി പറയാത്തത്. ആൾക്കാർ ചിലപ്പോൾ ആവർത്തനം പറയുന്നല്ല, ജസ്റ്റ് പറഞ്ഞു പോകുന്നേ ഉള്ളൂ. 22 വേണു ആണ്. വേണു വന്നിട്ട് S+ ആണ്. ഇത് IMT ആണോ? IMT പെട്രോൾ IMT അല്ലേ? പെട്രോൾ IMT എന്ന് പറയുമ്പോൾ അറിയാത്തവർക്ക് വേണ്ടി പറയുകയാണ്. ഈ വണ്ടിക്ക് ശരിക്കും ക്ലച്ച് ഇല്ല, പക്ഷെ നമുക്ക് ഗിയർ മാറി തന്നെ ഓടിക്കാം. നല്ല ഭംഗിയാണ് ഓടിക്കാൻ. നല്ല രസമാണ്. അത്യാവശ്യം എന്താ പറയാ, വൃത്തിയായിട്ട് ഉപയോഗിക്കാൻ പറ്റും. 22 വണ്ടി 65,000 കിലോമീറ്റർ 7.5 ലക്ഷം രൂപ നമ്മൾ ചോദിച്ചോണ്ടിരുന്ന 30 ഓഫർ 7.20 കൊണ്ടുപോകാം. ഫുൾ ഓൺ. ഒരു മിനിറ്റ്, 22 മോഡൽ വണ്ടിക്ക് 7.20 അതും IMTക്കോ? IMTക്ക് എന്താ വണ്ടിക്കൊന്നും ഒരു വിലയിലുണ്ടായി. വണ്ടിക്ക് വിലയുണ്ട്. നമ്മളിവിടെ നമ്മൾ വില കുറച്ച് കൊടുക്കുന്നേ ഉള്ളൂ. നമുക്ക് ആ രീതി കിട്ടി, അപ്പൊ ആ രീതി കൊടുക്കുന്നു. ഇങ്ങോട്ട് ഫുൾ ഓൺ കാര്യമൊന്നുമില്ല, അതിന് മേലെ കയറും. വീണ്ടും വെള്ള വേണു. അതെ, ഏതാ മോഡല്? വെള്ള വേണു 2022 S+ ആണ് ഈ വണ്ടി. വെറും 27,000 കിലോമീറ്റർ. ഹൈലൈറ്റ് സിംഗിൾ ഓണറിൽ 27,000 കിലോമീറ്റർ പെട്രോൾ വണ്ടി. പെട്രോൾ വേരിയന്റ് ഏതാ പറഞ്ഞത്? S+. അതല്ല, പിന്നെ ഓട്ടോമാറ്റിക് ആണോ മാനുവലോ? ഓട്ടോമാറ്റിക് അല്ല, മാനുവൽ. ഇതിനകത്ത് മറ്റേ എക്സ്ട്രാ അലവിസ് ഒക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. എക്സ്ട്രാ അലവിസ് ഇട്ടുണ്ട്. പിന്നെ കൂടുതൽ ഫോട്ടോസ് വേണ്ടവർ നമുക്ക് മെസ്സേജ് ചെയ്താൽ മതി, ഫോട്ടോസ് അയച്ചു തരാം. 27,000 കിലോമീറ്റർ വണ്ടി 7.5 ചോദ്യമായിരുന്നു. നമുക്ക് 60 രൂപ ഓഫർ 6,90 കൊടുക്കാം. എന്തെന്നാ സോയൽ ബ്രോ നിങ്ങൾ പറയുന്നത്? 22 വണ്ടിയോ? ഈ വണ്ടിക്കകത്ത് എന്തെങ്കിലും റീപ്ലേസ് ഉണ്ടെന്ന് പറയുകയാണെങ്കിൽ അജുന് 22 വണ്ടി. അത് 22 മോഡൽ വണ്ടികൾ 6,90 സ്വിഫ്റ്റിനാ വിലയില്ലോ മനുഷ്യ. നിങ്ങൾ എന്ത് വളർത്താണ് പറയണേ? നമ്മൾ കൊടുക്കുക ഇവിടെ. ഒന്നല്ലെങ്കിൽ ഉണ്ടായതിന്റെ വെന്യൂ അല്ലേ? ട്രസ്റ്റ് വാല്യൂ കൊടുക്കും. അതെനിക്കറിയാം, നിങ്ങൾ കൊടുക്കുമല്ലോ. കൊടുക്കണേ കേട്ടോ. ഇത് വന്നിട്ട് 6,90 ഫുൾ ലോൺ കിട്ടൂലേ? എന്ത് സംശയം, ഫുൾ ലോൺ കിട്ടും കേട്ടോ. വണ്ടി ധൈര്യമായിട്ട് വിളിച്ചോളൂ, ഫുൾ ലോൺ തരാം. അത് വെർണയാണെങ്കിലോ? 2017 മോഡല്. 17 പെട്രോളോ ഡീസലാ? ഡീസൽ. വെർണ SX 1.6 ആണ്. വെർണ SX ആണ്. 70,000 കിലോമീറ്റർ മാത്രം ഓടിയ സിംഗിൾ ഓണർ വണ്ടി. എനിക്ക് സിംഗിൾ എന്ന് പറയാൻ പറ്റില്ല, സിംഗിൾ എന്ന് പറയുന്നത്. അപ്പൊ 70,000 കിലോമീറ്റർ മാത്രം ഓടിയ SX ഡീസൽ വണ്ടിയാണ്. 6,25,000 കിട്ടുന്ന വണ്ടി നമ്മൾ ഇയറിന്റെ ഓഫറിൽ 45,000 രൂപ 5,80,000 രൂപയ്ക്ക് 5 രൂപ ലോൺ ഔട്ട് എടുത്തോണ്ട് പോകും. 30,000 ഡൗൺ പേയ്മെന്റ് ലോണോട് കൂടിയിട്ട് 2017 വണ്ടി അല്ലേ? 17 ഡീസൽ വണ്ടി. ഒന്നുമില്ല. 70,000 കിലോമീറ്ററിൽ 17 സിംഗിൾ ഓണർ വരുന്ന SX ആണ്. 6.25 ലക്ഷം രൂപ വണ്ടി, 45,000 ഓഫർ 5.80 വണ്ടി എടുത്തോണ്ടാവും.
5.5 ലക്ഷം ലോൺ തരാം, 30,000 ഡൗൺ പേയ്മെന്റ് ഈ വണ്ടി എടുത്തോണ്ടോ കേട്ടോ. വെറും 30,000 രൂപ അല്ലേ? ഇതിന്റെ ഇടയ്ക്ക് ഒരു കള്ളത്തരം നടന്നു, അതാണ് ചിരി വരുന്നത്. നിങ്ങള് 2023 മോഡല് അമേസ് SMT ആണ് വണ്ടി. അമേസിൽ SMT വെറും 11,000 കിലോമീറ്റർ മാത്രം ഓടി വണ്ടി. 11,000 കിലോമീറ്റർ, നോ ബാർബറി. ജെനുവിൻ ആണോ ബ്രോ? ജെന്യൂൻ അല്ലെങ്കിൽ ഇതേ ഈ വണ്ടി ഞാൻ വെറുതെ ഇറക്കിക്കൊണ്ട് പതുക്കെ അടിക്കാൻ ഇത് സ്ട്രോങ് ആ. മാരുതിയുടെ ഞാൻ അടിക്കൂല ഇങ്ങനെ. അവൻ ബെലംനോയാണ്. മോഡൽ 2023 2023 വണ്ടി, 11,000 കിലോമീറ്റർ, 7 lakh ആണ് ആസ്കിങ്. SMT അല്ലേ പറഞ്ഞേ? SMT 25,000 നമ്മൾ കുറച്ചിട്ടുണ്ട് ഈ ഇയർ എൻഡ് ആയിട്ട്. 6,75,000 രൂപ 23 വണ്ടി എടുത്തുണ്ടോ. അതായത് അമേസിൽ മിഡിൽ ഓപ്ഷൻ വണ്ടി, മാനുവൽ അല്ലേ? മാനുവൽ, അടിപൊളി വണ്ടി. 6 ലക്ഷം രൂപ ലോണും തരാം, 25,000 രൂപയ്ക്ക് ട്രസ്റ്റ് വാല്യൂ നിങ്ങൾക്ക് ഈ വണ്ടി എടുത്തോണ്ട് പോവാം. കിലോമീറ്റർ എത്ര പറഞ്ഞേ? വെറും 11,000. 11 ഓടിയിട്ടുള്ളൂ അല്ലേ? അത്ര അടിപൊളി. 23 വണ്ടിയാ? അതെ, 23 വണ്ടി, 6,75,000 രൂപ. പിന്നെ ഇങ്ങോട്ട് വരാണത് ഇത് കിട്ടുമ്പോഴേ കിട്ടത്തുള്ളൂ. അജു പറയുന്നത് കിട്ടുമ്പോഴേ ഈ സാധനം കിട്ടും. ഡീസൽ വണ്ടി, നിർത്തിയ വണ്ടി, സാധനം ഇല്ല. ഇത് റിയ ആണോ അല്ലയോ? ഇത് കേരള ഒറിജിനൽ കേരള ആക്കിയ വണ്ടി. ആക്കിയല്ല, അപ്പൊ പിന്നെ വർത്താനം പറയരുത്. റീ വണ്ടിയാണ്, ഇഷ്ടം പോലെ കിട്ടാണ്ട്. മോഡൽ ഏതാ? ഏടാ നീ ഭയങ്കര നെഗറ്റീവ് ആണല്ലോ. ഡൽഹിയിലൊക്കെ പോയ ചവർ പോലെ ഉണ്ട് ഈ സാധനം. ജെന്യൂൻ കിലോമീറ്റർ ഓടി വണ്ടി, സിംഗിൾ ഓണർ വണ്ടി കിട്ടും. 2019. അപ്പൊ ഫേസ് ലിഫ്റ്റ് ആക്കിയല്ല? അല്ല, ഇത് ഒറിജിനൽ ഫേസ് ലിഫ്റ്റ് ആണ്. പഴയ വണ്ടി കിട്ടും, 14-15 ഒക്കെ കിട്ടും, ഇഷ്ടം പോലെ കിട്ടും. 17-18 വണ്ടിക്ക് ഉണ്ട് സുഹേൽ ബ്രോ. ഞാനിപ്പോ അവിടെ പോയി എടുത്തോണ്ട് വന്നത് എത്രയാണെന്ന് അറിയുമോ? 6,90,000 രൂപയ്ക്കാണ് എടുത്തത്. 2015 വണ്ടി. അത് 2015 വണ്ടി 6,90 എടുത്ത് ഇവിടെ കൊണ്ടുവന്നപ്പോ 7,40 അടുപ്പിച്ചായി. അതിനുശേഷം പിന്നെ ടാക്സ് ചെന്നപ്പോ ഒരു 8,40 എനിക്ക്. ഏതാ 15 വണ്ടി, ഗോൾഡൻ കളർ വണ്ടി. എന്തിനാ പെട്ടെന്ന് 15 വണ്ടി വാങ്ങണ്ടേ? വേറെ വണ്ടി ഇല്ലേ നാട്ടിൽ വാങ്ങാൻ? വണ്ടി കിടിലാണ്. ഇത് യാത്ര ചെയ്തിട്ടുണ്ടോ? എന്റെ വണ്ടി, ഇവിടെ റംഷാന്റെ വണ്ടി, എല്ലാരും യൂസ് ചെയ്യുന്ന വണ്ടി ടൊയോട്ട ആൾട്ടിസ് ആണ്. അതെ, ആൾട്ടിസ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഫീച്ചേഴ്സ് ഒന്നും ഇല്ലെങ്കിലും നല്ല എഞ്ചിൻ കപ്പാസിറ്റി. അജി പറഞ്ഞത് ചാവാത്ത എഞ്ചിൻ. അതെ, അത് വേറൊരു പ്രശ്നമുണ്ട്, വേറൊരു കാര്യമുണ്ട്. വൃത്തിയായിട്ട് ഉപയോഗിച്ചില്ലെങ്കിൽ അതും ചാവും. വലിയ പറഞ്ഞിട്ട് കാര്യമില്ല. ടൊയോട്ടയെ പറ്റിയിട്ടാണ് പറയുന്നത് കേട്ടോ. ശരി, ഓക്കെ, നമുക്ക് സമയമില്ല. 2019 ആൾട്ടിസ് ജെ ആണ്. 65,000 കിലോമീറ്റർ സിംഗിൾ ഓണർ വണ്ടിയാണ്. 65 അതുകൊണ്ടല്ലേ ഞാൻ പറഞ്ഞ 65,000 കിലോമീറ്റർ വണ്ടി കിട്ടുമോ നീയാക്ക്? കിട്ടുമ്പോ കിട്ടത്തുള്ളൂ കേട്ടോ. ഇതൊക്കെ വേണമെങ്കിൽ എടുത്തോ. അതൊക്കെ ചെക്ക് ചെയ്തിട്ട് നോക്കിക്കോളൂട്ടാ. ഷേടാ, ഇയാള് ഭയങ്കര നെഗറ്റീവ് ആണോ? ഉള്ള കാര്യം ഞാൻ പറയും. നമ്മളിവിടെ 10 ലക്ഷം രൂപ ആസ്കിങ് ആണ്. ഇയർ എൻഡ് ആയിട്ട് 50 രൂപ ഓഫർ. 9.5 ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് ഏറെക്കുറെ 9 ലക്ഷം രൂപ ലോൺ കിട്ടാൻ 50 രൂപ കൊണ്ടുവന്നാൽ മതി. ആക്ച്വലി കൂടുതലല്ലേ? ഒരിക്കലും കൂടുതൽ. അങ്ങനെയാണ് 9 ലക്ഷം രൂപ ലോൺ തരുമോ നമ്മളിവിടെ? തരുമോ? മറ്റേ സിനിമയില് പൃഥ്വിരാജിനോട് എന്തെങ്കിലും മേടിക്കണം എന്ന് പറയുമ്പോൾ 100 രൂപ തരുമെന്ന് ആ വണ്ടിയെ പറ്റി എന്നെ കൊണ്ട് പറയിപ്പിക്കരുത് കേട്ടോ. 100 രൂപ തരുമെന്ന് വെച്ചാൽ അത് ഇച്ചിരി കൂടുതലല്ലേ എന്നാ. അപ്പം നിങ്ങൾക്ക് ആ വണ്ടി വെറും 9,50,000 രൂപ കൊടുക്കാം. 9 രൂപ ലോണും തരാം, 50 രൂപ ഡൗൺ പേയ്മെന്റ് ഉണ്ട്. ധൈര്യമായിട്ട് എടുത്തോട്ടതാ. നമ്മൾ 6 മാസം വാറന്റി ഉണ്ട് ഈ വണ്ടിക്ക്. ഏതാ വണ്ടിക്ക്? അത് 6 മാസം നിങ്ങൾ വാറന്റി കൊടുത്തില്ല, ഇവിടെ ഞാൻ പറയുന്നില്ല. അതുപോലെ തന്നെ ഏതാ സിയാസ് ആണെങ്കിലോ ഡീസൽ? ഇത് സിയാസ് അല്ല. അതെ, സോറി, പിന്നെ സിയാസ് അല്ലാണ്ട് ഞങ്ങൾ ഇവനെ സിയാദ് എന്നാണ് വിളിക്കുന്നത്. കോമഡി ആണല്ലോ. 19 വണ്ടി, ആൽഫ പ്ലസ് ഹൈബ്രിഡ് വണ്ടി, ഡീസൽ. അജിനാണോ? അജിന്റെ പാട്ട വണ്ടി കളഞ്ഞിട്ട് ഇതെടുത്തിടുക. മാരുതി ഇറക്കൽ 2 അബദ്ധങ്ങള്. ഒന്ന് എസ്ക്രോസ്, ഒന്ന് സിയാസ്. 2 കിടിലൻ വണ്ടികളാണ്. ശരിക്കും നല്ല വണ്ടികളാണ്. ഏറ്റവും ടോപ്പിന്റെ വണ്ടിയാണ്. അതെ അതെ, ഏറ്റവും ടോപ്പിന്റെ വണ്ടി. അത് മാത്രമല്ല ഡീസൽ ഇപ്പൊ കിട്ടാനില്ല. 19ഓടുകൂടി മാരുതി ഡീസൽ വണ്ടി നിർത്തി. സോ ഇത് ലാസ്റ്റ് വണ്ടിയാണ്. എനിക്ക് വണ്ടി ഭയങ്കര ഇഷ്ടമാണ്, പക്ഷെ എനിക്കത് കൊണ്ടുപോയിട്ട് കാര്യമില്ല. കാരണം എനിക്ക് വീട്ടിലേക്കൊക്കെ ഇറങ്ങാത്ത കുറച്ച് പ്രശ്നമുണ്ട്. മറ്റേ താഴെ കിടക്കുന്നുണ്ട്, സെഡാൻ ഇറങ്ങൂല. പക്ഷെ നല്ല, അതായത് ഉപയോഗിക്കാൻ ഇത്രയും നല്ലൊരു വണ്ടി വേറെ ഇല്ലാട്ടോ. സത്യം. റൈഡിംഗ് കംഫർട്ട് ആണെങ്കിലും ഫീച്ചേഴ്സ് ആണെങ്കിലും മൈലേജ് ആണെങ്കിലും പുഷ്പട്ട സ്റ്റാർട്ട് എല്ലാ സാധനങ്ങളും ആലോചിച്ച കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പം ഈ വണ്ടി ആൽഫ പ്ലസ് ഹൈബ്രിഡ് ആണ്. നല്ല മൈലേജ് ആണ് ഈ വണ്ടിക്ക്. 19-ൽ 40,000 കിലോമീറ്റർ മാത്രം ഓടിയ വണ്ടി. നമ്മൾ 9 ലക്ഷം രൂപ ആസ്കിയായിരുന്നു. 75,000 ഇയറിന്റെ ഓഫർ. 8,4 ലക്ഷം രൂപയ്ക്ക് 8 ലക്ഷം രൂപ ലോൺ എടുത്തോണ്ട് വെക്കും. അടിപൊളി. അതും എന്തെങ്കിലുമൊക്കെ കുറയാനുള്ള കുറച്ചും കൊടുക്കാം അല്ലേ? ഇനി എന്നെ കൊല്ലു നീ അങ്ങ്. 8,4 ലക്ഷം രൂപയ്ക്ക് നമുക്ക് എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാം. അജ് പറഞ്ഞാൽ പിന്നെ അതിനകത്ത് വേറെ അപ്പില്ല. നാട്ടിലൊരു പട്ടി ഷോ കാണിക്കണമെങ്കിൽ ഞാൻ ആലോചിക്കുന്നുണ്ട് സുഹേൽ, ഇത് കൊണ്ടുപോയാലോ? ഇത് അജ് കൊണ്ടുപോകണേ കൊണ്ടുപോയി. കാര്യം വില നല്ല തോതുണ്ട്. വില നല്ല തോതുണ്ട്. വില നല്ല കുറവുണ്ട്. 2016 ബെൻസ് A180. A180 76,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ജെന്യൂൻ ഹിസ്റ്ററിയും കാര്യങ്ങളെല്ലാം ഉണ്ട്. വേരിയന്റ് ഞാൻ ശരിക്കും നോക്കിയിട്ടില്ല. A 180 എന്ന് അറിയത്തുള്ളൂ. ഏറ്റവും ഫുൾ അല്ല. ഒറിജിനൽ കേരള വണ്ടി. 76,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. വണ്ടി 2016 വണ്ടി. മേജർ ആക്സിഡന്റ് റീപ്ലേസ് ഉണ്ടോ? ഒന്നുമില്ല, ഒരൊറ്റ ആക്സിഡന്റ് റീപ്ലേസ് ഒന്നുമില്ല. A180 ഒറിജിനൽ കേരള വണ്ടിയാണ് കേട്ടോ. 9 lakh ആണ് നമ്മുടെ ചോദ്യം. എത്ര? 9 lakh. 9 ലക്ഷം രൂപ.
അതിനകത്ത് 50 രൂപ ഓഫർ ഉണ്ട്. 8 രൂപയ്ക്ക് ഉണ്ടോ? അടിപൊളി, അത് നല്ല പ്രൈസ് ആണല്ലോ. നല്ല പ്രൈസ് അല്ലേ? കാരണം റീവണ്ടികൾക്ക് വരെ അത്രയും കൂടുതൽ കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതെ അതെ. 8,50,000 രൂപയ്ക്ക് A180, അതും മേജർ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഇല്ല, ഒന്നുമില്ല. പക്ക വണ്ടി. നിങ്ങൾക്ക് ലോണും അത്യാവശ്യം കിട്ടും. സിംഗിൾ ഓണറാ? ഓണർഷിപ്പ് നോക്കണം, അറിയില്ല. സിംഗിളോ സെക്കൻഡോ ആയിരിക്കും മാക്സിമം. ഓക്കെ, അപ്പൊ എന്തായാലും ആർക്കെങ്കിലും വേണേ നോക്കിക്കോട്ടെ. ഇതൊക്കെ നിങ്ങൾക്ക് ഈ വിലക്ക് കിട്ടുമ്പോഴേ കിട്ടുള്ളൂ. ബാക്കി മേജർ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഉണ്ടോ എന്നൊക്കെ നിങ്ങൾ നോക്കിയിട്ട് എടുത്താൽ മതി. അപ്പൊ എന്തായാലും സുഹേൽ ബ്രോ, കുറെ വണ്ടികൾ നമ്മൾ കാണിച്ചു അല്ലേ? അതെ അതെ അതെ. അപ്പോ ഒറ്റ കാര്യം ഞാൻ പറയുന്നുള്ളൂ, ട്രസ്റ്റ് വാല്യൂവിൽ വരിക. ഈ കിടക്കുന്ന വണ്ടികളൊക്കെ കണ്ടില്ല നിങ്ങൾ? ഇതിപ്പം ഈ ഒരു 2 സൈഡ് മുഴുവൻ നമ്മൾ കാണിച്ചു. ഈ 2 സൈഡ് മുഴുവൻ നമ്മൾ കാണിച്ചു. നടുക്ക് കുറച്ച് വണ്ടി ഉണ്ട്, അതും കാണിച്ചു. അതെ. അപ്പോൾ ഒറ്റ കാര്യം നോക്കിയാൽ മതി, നല്ല വണ്ടികൾ ക്വാളിറ്റിയോട് കൂടിയിട്ട്. ഇപ്പോൾ നമ്മൾ ആ കാണിച്ച A180 ഒക്കെ നല്ല കിടിലം പ്രൈസാണ്. കാരണം എനിക്കൊന്ന് 16 വണ്ടി ഇപ്പോൾ പുറത്തുനിന്ന് വരുന്നതാണെങ്കിൽ പോലും അതിലും കൂടുതൽ കൊടുക്കും. അതെ. ഇടിയൊന്നും ഇല്ലല്ലോ അല്ലേ? ഞാൻ ഇടിക്കുന്നില്ല. അല്ല, ടോട്ടൽ ലോസ് ഒന്നും അല്ലല്ലോ അല്ലേ? നല്ല വണ്ടി കേട്ടോ, നല്ല വണ്ടി. കമന്റ് വരാൻ സാധ്യതയുള്ളതുകൊണ്ട് ഞാൻ ചോദിച്ചു. ഒന്നുമില്ല, ഒരു കുഴപ്പമില്ലാത്ത വണ്ടിയാണ്. ഒറ്റ കാര്യം ചെയ്താൽ മതി, നിങ്ങൾ ഏത് വണ്ടിയാണെങ്കിലും വന്നിട്ട് നോക്കിയിട്ട് എടുത്തോളൂ അല്ലേ? ഞാൻ അതാണ് ഇപ്പൊ അജു പറഞ്ഞ ഡയലോഗാണ് പറയാൻ വേണ്ടത്. നിങ്ങൾ ഞാനോ അജുവോ പറയുന്ന ഒന്നും നിങ്ങൾ നോക്കണ്ട. നിങ്ങൾക്ക് ഇവിടെ വരാം, വണ്ടി നിങ്ങൾക്ക് ആരെ കൊണ്ടുകൊണ്ടും ചെക്ക് ചെയ്യാം. വണ്ടി വേണമെങ്കിൽ എടുത്തുകൊണ്ട് പോയി ചെക്ക് ചെയ്യാം, ഷോറൂമിൽ കൊണ്ടുപോയി ചെക്ക് ചെയ്യാം. അതിനൊക്കെ നമ്മൾ അവസരം ഒരുക്കുന്നുണ്ട്. അപ്പം നമ്മൾ ഈ ഒരുപാട് ആൾക്കാർ, ഞാൻ ഉള്ളാരും പറഞ്ഞത്, നമ്മളിപ്പോ വീഡിയോ കണ്ടിട്ട് ഒരുപാട് പേര് നമ്മളെ ട്രസ്റ്റ് ചെയ്തിട്ട് നമുക്ക് പൈസ കിട്ടും. നമ്മൾ പലയിടത്തും വണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, കൊണ്ടുപോയി കൊടുക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ എന്താ പറയുക, നമുക്ക് ഒരുപാട് റെസ്പോൺസിബിലിറ്റി കൂടുകയാണ്. അതെ. ഏറ്റവും നല്ല അതും നല്ല ക്വാളിറ്റി വണ്ടികൾ നമ്മളിവിടെ ചൂസ് ചെയ്യുന്നുണ്ടാണ്, ആൾക്കാരും ചൂസ് ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് ഇവിടുന്ന് ഡയറക്റ്റ് വണ്ടി കാണാതെ പോലും എടുത്തുകൊണ്ട് പോകാൻ പറ്റുന്നത് ഈ ഒരു കാലഘട്ടം. അതൊരിക്കലും ചെയ്യരുത്, പക്ഷെ എങ്കിലും നമ്മുടെയൊക്കെ ഒരു വിശ്വാസത്തിനെ പുറത്ത് ചെയ്യുന്ന അത്രേ ഉള്ളൂ. സന്തോഷമുണ്ട്, എന്നാലും ചെയ്യാതിരിക്കുക മാക്സിമം. എന്നാലും ഞാൻ പറയാണ്, പിന്നെ മറ്റൊരു കാര്യം, കേരളത്തിലെ 14 ജില്ലയിൽ നമ്മൾ എപ്പോഴും പറയുന്നതാണ്, എന്നാലും ഒന്നുകൂടെ പറയണം, പുതിയതായിട്ട് കാണുന്നവർക്ക് എവിടെ വേണമെങ്കിൽ നമുക്ക് ഏത് ജില്ലയിൽ വേണം ലോൺ ചെയ്യാം. നിങ്ങൾ വീട്ടിൽ പുറത്തിറങ്ങണ്ട, നമ്മളെ എക്സിക്യൂട്ടീവ്സ് നിങ്ങളെ വീട്ടിൽ വന്ന് ഡോക്യുമെന്റ്സ് കളക്ട് ചെയ്തോളും. ഇനി നിങ്ങൾക്ക് ഇവിടം വരെ വരാൻ അസൗകര്യം ഉണ്ടെങ്കിൽ നമ്മൾ നിങ്ങളെ വീട്ടിൽ വണ്ടി എത്തിച്ചേരുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾ ധൈര്യമായിട്ട് ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് വണ്ടികൾ എടുക്കാം. വണ്ടികൾ നിങ്ങൾക്ക് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം ഇവിടെ നിങ്ങൾ ഡെലിവറി എടുത്താൽ മതി. അപ്പൊ എന്തായാലും ഒറ്റ കാര്യം ചെയ്താൽ മതി, വന്ന് നോക്കുക, നല്ല വണ്ടികൾ വേണമെങ്കിൽ എടുത്തോണ്ട് പോവുക. അത്രേ പറയാനുള്ളൂ. ഈ ഒരു എപ്പിസോഡ് അതിൻ്റെ അല്ലേ? അടുത്തൊരു എപ്പിസോഡ് വീണ്ടും വരും, കാണാൻ മറക്കണ്ട. വേറെ കുറച്ച് ചെറുവണ്ടികൾ ആ പുറകിൽ നിരത്തിയിട്ടുണ്ട്, അതൊക്കെ ഇനി ഇതൊന്നും മാറ്റിയിട്ട് വേണം അതൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തായാലും ആ ഒരു എപ്പിസോഡ് കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.